ബിഗ് ബോസ് തമിഴിന്റെ 8ാം സീസൺ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ അവതാരകനായി കമൽഹാസൻ ഇല്ല. നേരത്തെ ഒപ്പുവെച്ച സിനിമകളുടെ തിരക്ക് കാരണം ഈ സീസണിൽ നിന്നും മാറി നിൽക്കുകയാണ് കമൽ. സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് കമൽഹാസൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2017 ബിഗ് ബോസ് തമിഴ് ആരംഭിച്ചതു മുതൽ കമൽഹാസനാണ് ഷോയുടെ അവതാരകൻ. 7ാം സീസൺ വരെയും മികച്ച രീതിയിൽ താരം മുന്നോട്ട് കൊണ്ടുപോയി. കമൽഹാസൻ മാറി നിൽക്കുമ്പോൾ പകരം ആരെത്തുമെന്ന ചോദ്യം ഇതിനോടകം വന്നിട്ടുണ്ട്. കമലിന് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന വ്യക്തിപ്രഭാവമുള്ള ആൾ പകരം വരേണ്ടതുണ്ട്. ഇതാരായിരിക്കും എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നടി നയൻതാര ഷോയുടെ അവതാരകയാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് ഇതിനകം വന്നിട്ടുണ്ട്. താരമൂല്യം നോക്കിയാൽ നയൻതാര ബിഗ് ബോസ് പോലൊരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ താരമാണ്. നടിയെപ്പോലെ ജനശ്രദ്ധ ലഭിക്കുന്ന മറ്റൊരു നായിക നടിയും ഇന്ന് തമിഴകത്തിനില്ല. നയൻതാര തൊടുന്നതെല്ലാം വിവാദമാണ്. ഇതുപോലൊരു താരം ബിഗ് ബോസ് ഷോയുടെ അവതാരകയായാൽ ഷോ ആവേശഭരിതമാകുമെന്ന് പ്രേക്ഷകരും പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ എന്റെമോൾ ഷെയ്ൻ നയൻതാരയുമായി ചർച്ച നടത്തുന്നു എന്നാണ് വിവരം. നടൻ ശരത് കുമാർ അവതാരകനായേക്കുമെന്നും അഭ്യൂഹമുണ്ട്. 130 കോടി രൂപയാണ് ബിഗ് ബോസ് തമിഴ് 7ാം സീസണിന് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം. ബിഗ് ബോസ് തമിഴിന്റെ 5ാം സീസണിൽ കുറച്ചു നാളത്തേക്ക് കമൽഹാസന് പകരം നടി രമ്യ കൃഷ്ണൻ അവതാരകയെ എത്തിയിരുന്നു. കമലിന് കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലാണ് പകരം രമ്യ എത്തിയത്. ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലും അതത് ഭാഷകളിലെ സൂപ്പർ താരങ്ങളായ നടന്മാരാണ് അവതാരകരായി എത്താറ്. മലയാളത്തിൽ മോഹൻലാലും ഹിന്ദിയിൽ സൽമാൻ ഖാനും ഷോ അവതരിപ്പിക്കുന്നു. തെലുങ്കിൽ നാഗാർജുനയാണ് അവതാരകൻ, കന്നഡയിൽ സുദീപും. തമിഴ് സീസണിൽ നിന്നും കമൽഹാസൻ മാറുമ്പോൾ പകരം താരമൂല്യമുള്ളയാളെ ലഭിക്കേണ്ടതുണ്ട്. നയൻതാരയാണ് ഷോയിലേക്ക് എത്തുന്നതെങ്കിൽ വലിയ പ്രതിഫലം തന്നെ താരത്തിന് നൽകേണ്ടി വരും. തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക നടിയാണ് നയൻതാര. ഒരു സിനിമയ്ക്ക് 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് താരത്തിന്റെ പ്രതിഫലം. സിനിമകളിലല്ലാതെ നയൻതാരയെ ആരാധകർ അഭിമുഖങ്ങളിൽ പോലും അധികം കണ്ടിട്ടില്ല. നടി അവതാരകയായി എത്തിയാൽ ഇങ്ങനെയൊരു പുതുമയും ബിഗ് ബോസ് 8ാം സീസണിൽ ലഭിക്കും. ഷോയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.